കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നൊരു മേഖല പ്രാർത്ഥനയെക്കുറിച്ചായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തത്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാകണം. ദൈവ സാന്നിധ്യം ഒരു വ്യക്തി അറിയുന്നത് പ്രാർത്ഥനയിൽ കൂടെ, ദൈവ മഹത്വം അറിയുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്, ദൈവ ശബ്ദം കേൾക്കുന്നത് പ്രാർത്ഥനയിൽ കൂടെ. ഏറ്റവും അധികമായി ദൈവസന്നിധിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നവരിൽ ഈ പകലിൽ പറഞ്ഞു, ദൈവം കരുതലുകളെ വെളിപ്പെടുത്തും. പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെ ചിലപ്പോൾ ലോകമറിയാം, പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുവനെ ദൈവം അറിയും. എത്ര പേരെൻ്റെ കൂടെ വരുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അറിയുക തന്നെ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. പ്രാർത്ഥന ഏത് പ്രതിസന്ധിയെയും മാറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി വിട്ടുപോകത്തില്ല. പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാകണം. ആത്മാവ് നമ്മളെ നടത്തണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാകണം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് പറയുന്നുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു സ്നാനപ്പെട്ടതിന് ശേഷം യേശു പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. സഹ്യോൻ മാളികമുറി ഒരടയാളമാണ്. പ്രാർത്ഥനയ്ക്കായി ഉറ്റിരുന്നവർ, സഹ്യോൻ മാളികമുറിയിൽ 120 പേർ കൂടിയിരുന്നതിനെക്കുറിച്ച് പറയുന്നു. അവർ ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ലഭിക്കപ്പെടുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ കേട്ടത് 11 പേരാണ്. 11 പേർ അവർ ഒരുക്കത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ യെരൂശലേമെന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥനയോടെ സഹ്യോൻ മാളികമുറിക്കകത്ത് അവരിരുന്നപ്പോൾ ആ പ്രാർത്ഥനയുടെ പ്രതിഫലമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പ്രാർത്ഥിക്കുന്ന ഒരുവനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരുവന് വേണ്ടി വാതിലുകളെ തുറക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥന ശക്തിയേറിയതാണ്. പ്രാർത്ഥന ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ, ആമീൻ, ഇന്ന് പകലിൽ നിങ്ങൾ അറിഞ്ഞു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ, ആമീൻ, അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനാകും. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലങ്ങൾക്കകത്താണെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന, അതുകൊണ്ടാണ് ആമീൻ വചനം തന്നെ പറയുന്നുണ്ട്, ദൈവം പറയുക, ആമീൻ, ഇടുവിൽ നിന്ന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരുവനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ അന്വേഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറയണം, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ, ഇസഹാക്കിൻ്റെ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ, യാക്കോബിൻ്റെ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ വളരെ നിസ്സാരമായി അനുഗ്രഹിക്കപ്പെടത്തില്ല. അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥനയിൽ കൂടെയായി മാറണം. ഇന്ന് പകലെ ആത്മാവിനകത്ത് നിങ്ങൾ അറിയണം, പ്രാർത്ഥിക്കുന്ന ഒരുവനെ അന്വേഷിക്കുന്ന കാലം വിദൂരമല്ല. പത്രോസിനെ അന്വേഷിച്ചതൊരു കാലഘട്ടത്തിനകത്താണെങ്കിൽ, ഒരു മത്സ്യത്തെ വിൽക്കുന്ന മത്സ്യപിടുത്തക്കാരനായിട്ട് പത്രോസിനെ ഹല്ലേലൂയ അന്വേഷിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, നല്ല മീൻ കിട്ടുവാൻ വേണ്ടി. ഹല്ലേലൂയ. പത്രോസിനെ അന്വേഷിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ യേശുവിന് അരികിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പഠിച്ചതിന് ശേഷം യേശു പറഞ്ഞു, യേശുവിനോട് ശിഷ്യന്മാർ പറഞ്ഞു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യേശു പ്രാർത്ഥനയിൽ അവരോട് പറഞ്ഞു കൊടുത്ത് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അവർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുവാൻ തുടങ്ങി. ഇന്ന് പകലി അകത്തറിയണം, പ്രാർത്ഥിക്കുന്ന ഒരുവനെ അന്വേഷിക്കുന്ന കാലം വിദൂരമല്ല. ഹല്ലേലൂയ. പ്രസംഗിക്കുന്ന ഒരുത്തനെ സ്റ്റേജിൽ വിളിക്കും, പ്രാർത്ഥിക്കുന്ന ഒരുത്തന്റെ അരികെ ആമീൻ ജനം തേടി വരുന്ന കാലം വിദൂരമല്ല. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഒരു പട്ടണത്തിനകത്ത് തബീത എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞ് മരിച്ചുപോയപ്പോ, ആ പട്ടണത്തിനകത്ത് ആ പെൺകുഞ്ഞ് മരിച്ചുപോയപ്പോൾ അവരാദ്യം അന്വേഷിച്ചത് പത്രോസിനെ ആയിരുന്നു. കാരണം എന്നാണെന്നറിയോ? പത്രോസ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പത്രോസ് അവന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് അവിടെ ജനം വിശ്വസിച്ചെങ്കിൽ തബീതയുടെ വീട്ടിലേക്ക് പത്രോസിനെ അന്വേഷിച്ച് പത്രോസിനെ കൊണ്ടുവരുമ്പോൾ പത്രോസ് അവൾ കിടക്കുന്ന കട്ടിലിനരികിൽ നിന്ന് മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ തബീത എന്ന് വിളിച്ചപ്പോൾ ബാല്യക്കാരിയുടെ കണ്ണു തുറന്ന
പ്രാർത്ഥിക്കണമെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം ചില പദ്ധതികളെ ഒരുക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്നവനോട് കൂടെ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ സ്വർഗത്തിന് പ്രിയപ്പെട്ടവനാണ്. പ്രാർത്ഥിക്കുന്നവൻ സ്വർഗത്തിന്റെ അത്ഭുത വാക്കുകൾ കേൾക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു, ഒരു യാഗപീഠത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഏലിയാവിനെ കാണാം. ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ലോകത്തിന്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നു, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥനാ ഹോളിനകത്തിരുന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ അരികിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എന്നോട് സംസാരിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് ധൈര്യത്തോടെ എത്ര പേര് വിളിച്ചു പറയാൻ പറ്റും? അതുകൊണ്ട് യാദികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു യാഗപീഠത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറയാൻ തുടങ്ങി, അങ്ങ് അബ്രഹാമിന്റെ ദൈവമാണ്, അങ്ങ് ഇസഹാക്കിന്റെ ദൈവമാണ്, അങ്ങ് യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാം പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, യാക്കോബ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവരുടെ മധ്യത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, അങ്ങയുടെ ദാസനെന്ന് ഇവർ വിശ്വസിക്കേണ്ടതിനെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് യാഗപീഠത്തിന്റെ തീയിറങ്ങിയെങ്കിൽ ഇന്ന് നീ പ്രാർത്ഥിക്കുന്നതിന് മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഒരു പ്രാർത്ഥന വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഒരുവൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽക്കാലം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു നിർത്തിയത് അവിടെയായിരുന്നു. ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നുപോയത് എപ്പോഴാണെന്നറിയാമോ? പ്രാർത്ഥന നിന്നുപോയത് എപ്പോഴാണെന്നറിയാമോ? ദാവീദിന് പ്രാർത്ഥനയിൽ ഉറക്കം വരാൻ തുടങ്ങി. എവിടെയാ പ്രാർത്ഥനയിൽ ഉറക്കം വരാൻ തുടങ്ങിയത്? കൊലപാതകത്തിന്റെ ചിന്ത വന്നപ്പോ, ലോകത്തിന്റെ ചിന്ത വന്നപ്പോ ദാവീദ് ഉറങ്ങാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറങ്ങുന്നവരോട് ഞാൻ പറഞ്ഞത്, യേശു പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് യേശു പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം അറിഞ്ഞു, നിനക്കെതിരായി എത്ര വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയാൽ, നിനക്കെതിരായി എത്ര അപവാദങ്ങൾ പറഞ്ഞാൽ അത് നിന്റെ മേൽ വരത്തില്ല. പറയുന്നവന്റെ മേൽ ചലിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നവനായി മാറുക. നിന്നെയോ നിന്റെ തലമുറയെ തൊടാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അബ്രഹാമിന്റെ തലമുറയെ തൊടാൻ ദൈവം അനുവദിക്കാത്ത കാരണം എന്നാണെന്നറിയോ? ദൈവത്തോട് സംസാരിക്കുന്ന ഒരുവനെ കാണാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വാസത്തോടെ എടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. സോദോമിലേക്ക് കടന്നുപോയ ദൂതന്മാരെ കാണാം. സോദോമിലേക്ക് കടന്നു പോകുമ്പോ യാഗപീഠത്തിന്റെ മുന്നിൽ അരികിൽ നിൽക്കുന്ന അബ്രഹാമിനെ കാണാം. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ചേർന്ന് നിൽക്കുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാൻ തുടങ്ങും. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങും. ഒരു ക്ഷാമകാലം വന്നാൽ ഇന്ന് നീ വിളിച്ചു പറഞ്ഞു, നിന്റെ തലമുറ 100 മേനി കൊയ്യുവാൻ തുടങ്ങും. നിന്റെ തലമുറയ്ക്കകത്ത് അനുഗ്രഹം വരാൻ തുടങ്ങും. ഇന്ന് കാണുന്ന വഴികളെ അല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന വഴികൾ ചിലത് അടഞ്ഞതാണെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ സ്വർഗം ഇറങ്ങും. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നീ പ്രാർത്ഥനാ മുറി നിലവിളിച്ച് കരഞ്ഞത് ആരും കണ്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ കണ്ടെന്ന് വരും, പ്രാർത്ഥിക്കുന്നവനെ കണ്ടെന്ന് വരത്തില്ല. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവനും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ, പ്രാർത്ഥന ശക്തിയാണ്, പ്രാർത്ഥന ദൈവത്തോടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞു, എന്തിനു നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നു? പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നവനാണോ? പ്രാർത്ഥന സ്ഥലത്ത് ഇരിക്കുന്നവനാണോ? പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നതാണോ? ഇന്ന് പകൽ എഴുതി വെച്ചോ, നിങ്ങൾ തോറ്റുപോകത്തില്ല. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാ. പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കുന്നതാ. പ്രാർത്ഥന ശത്രുവിനെ തകർക്കുന്നതല്ല, ശത്രുവിന്റെ മുന്നേ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുവനെ തകർക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അവന്റെ മുൻപിൽ കൂടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇടുവിലെ ഒരു പ്രാർത്ഥന ഒരു അനുഗ്രഹമായി മാറും. എങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ? യേശു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവേ എന്ന് പോലും വിളിക്കുന്നതിന്റെ കാരണം, യേശുവിനെ ഗുരുവേ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അവൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലാണ് അവന്റെ അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ശിഷ്യന്മാർ, കർത്താവിന്റെ ശിഷ്യന്മാർ നിന്നതെങ്കിൽ ഇന്ന് പകലിൽ മരണം യേശു പ്രാർത്ഥിക്കുന്നവനായി.
പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിനോട് ദൈവം സംസാരിച്ചു. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി, ഇല്ലയോ? യേശുവിനെ കുറിച്ച് യേശു വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ആമീ ദുഷ്ടന്മാരുടെ കയ്യിലൊക്കെ ഞാൻ ഏൽപ്പിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും. പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് പലതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ട്. മാർത്തേ നീ പലതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടോ? ഇന്ന് വ്യാകുലപ്പെടുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രാർത്ഥനയുടെ സാന്നിധ്യം ഇറങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ദർശനങ്ങളെ കാണും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവൻ, അവനോട് ദൈവം സംസാരിക്കും. അത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്. മനുഷ്യൻ മുഴുവൻ നിന്നെ മാറ്റി നിർത്തിക്കോട്ടെ, മനുഷ്യൻ നിന്റെ വാതിൽ മുഴുവൻ അടച്ചോട്ടെ, പക്ഷേ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എഫെസ് ലേഖനം 1-ാം അധ്യായം, എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എഫെസ് ലേഖനം 1-ാം അധ്യായം, എഫെസ് ലേഖനം 1-ാം അധ്യായം, എഫെസ് ലേഖനം 1-ാം അധ്യായം. വായിച്ചോ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കേട്ടോ, പൗലോസ് കൊണ്ട് നിർത്തുന്നൊരു ഭാഗമാണ് ഇവിടെ പറയാം, വിശ്വസിക്കുന്ന. അപ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ഒരു വിശ്വാസമകത്ത് വേണം. ആരാധനയ്ക്ക് വരണമെങ്കിൽ വിശ്വാസമുണ്ടാകണം. ദൈവസഭയ്ക്കകത്ത് ഒരാൾ വന്നിരിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസമില്ലാത്തവൻ മഴക്കാറ് കാണും, വീട്ടിൽ കയറും. എന്നോട് പിണങ്ങല്ലേ? വിശ്വാസം ഇല്ലാത്തവൻ സാഹചര്യം നോക്കി ആരാധിക്കും. വിശ്വാസമുള്ളവന്റെ മുന്നിൽ മഴയോ കാറ്റോ വിഷയമല്ല, അവൻ ദൈവത്തെ ആരാധിക്കും. വിശ്വാസമില്ലാത്തവൻ പ്രതിസന്ധിയുടെ മുന്നിൽ തളർന്നു പോവും. വിശ്വാസമുള്ളവൻ പ്രതിസന്ധിയുടെ മുന്നിൽ അത്ഭുതങ്ങളെ കാണും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നു വിശ്വസിക്കുന്ന. അവിടെ ഏറ്റവും അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ് വിശ്വസിക്കുന്ന. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയാ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഈ ശക്തി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ അല്ല, പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. കണ്ടോ? അപ്പൊ അവരെ നിങ്ങൾ പിടികിട്ടുന്നോ? ആ ശക്തിയെ പിടികിട്ടുന്നോ? ഇതെവിടെ സംഭവിക്കുക? കല്ലറയിൽ അടക്കപ്പെട്ട് കല്ലുകൊണ്ട് അടച്ചു വെച്ച് അതിനു മുന്നേ കാവൽക്കാരെ വെച്ചിട്ടും ഈ ശക്തിയുടെ മുന്നിൽ കല്ലറയുടെ അടപ്പിന് പോലും നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇവിടെ പറയുക ആ ശക്തി ആരുടെ മേലുണ്ടെന്ന് പറയുക? പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മേലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറഞ്ഞ് വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അപ്പൊ യേശു കർത്താവിൻ്റെ മേൽ ഈ സ്വർഗത്തിൻ്റെ ശക്തി വെളിപ്പെട്ടതിൻ്റെ കാരണം ദൈവഹിതപ്രകാരം നടന്നവനാണ്. ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അകത്തറിഞ്ഞോണം. ഈ ദൈവഹിതപ്രകാരത്തിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിലും അറിഞ്ഞു, നിങ്ങളുടെ അത്ഭുതത്തിലേക്ക് ദൈവം മാറ്റും. അകത്തൊരു മാറ്റമില്ലാതെ പുറമെ മാറ്റം വരുത്തിയിട്ട് കാര്യമില്ല. അകമേ മാറ്റം വരണം. അകത്തെ മാറ്റമാണ് ദൈവിക അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്നത്. നമുക്ക് ദൈവസന്നിധി വരുവാനുള്ളൊരു വിശ്വസ്തത നമ്മുടെ അകത്തോളം. ഞാനത് പറഞ്ഞത്, നമ്മുടെ അകത്തൊരു വിശ്വാസം ഉണ്ടെങ്കിലേ ആരാധിക്കാൻ പറ്റുള്ളൂ. ഇല്ല, സാഹചര്യങ്ങളെ നോക്കും. നമ്മൾ പറയത്തില്ലേ, ഇന്നിപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരും, അയ്യോ എനിക്ക് ഉവാവിയ, ഞാൻ പോകുന്നില്ല. ഏതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു? നിങ്ങൾ എപ്പോഴും പറയണം, ഒരു വിടുതലും സംഭവിക്കാതിരിക്കുന്നത്, ഒരു അത്ഭുതം സംഭവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വഴി തുറക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നവരാകണം. ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം?
പൂർണ്ണമായും വിശ്വസിക്കുന്നവരാകണം. ദൈവവിശ്വാസം. ഈ ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. യേശുവിനെ ഉയർത്തിയവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നിന്നാൽ മാത്രമേ അത്ഭുതങ്ങളെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായം, സദൃശ്യവാക്യം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. അപ്പൊ ഈ ദുഷ്ടൻ എന്ന് പറയുന്നത് എവിടെയാ? ദുഷ്ടത്വം കാണിച്ചു നടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ദുഷ്ടൻ എന്ന് ബൈബിൾ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ദൈവത്തെ വിശ്വസിക്കാത്തത്, ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, സാധാരണ ടിപ്പിക്കലുള്ള വിശ്വാസം. ഞാൻ ഒരിക്കൽ പറഞ്ഞു പോയതാ, ഞായറാഴ്ച ആലയത്തിലും കാണും, അല്ലാത്ത ദിവസം പല സ്ഥലങ്ങളിലും കാണും. ഞായറാഴ്ച വിശുദ്ധനെന്ന് നടിക്കുകയും അല്ലാത്ത ദിവസം ഷാപീകരിക്കുകയും ചെയ്യുന്നവനുണ്ട്. അപ്പൊ ആത്മാവിന്റെ നടത്തിപ്പ് ആരുടെ മേൽ വേണം? ഈ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് നമ്മുടെ മേൽ വേണം. ഇവിടെ പറയുന്നു, ഇത് വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഓർത്തു നോക്കിയേ, ഇപ്പം ചിലർ പറയും, അയ്യോ മഴ മാറി, വേണേ പോകാമായിരുന്നു അല്ലേ, പ്രാർത്ഥനയ്ക്ക് പോകാമായിരുന്നു മഴ മാറിയതുകൊണ്ട്. അപ്പൊ മഴ മാറിയതുകൊണ്ട് അവർക്ക് പോകാൻ മേലാഞ്ഞ വലിയൊരു നഷ്ടം. മഴ മാറിയില്ലിരുന്നല്ലോ, പോവാഞ്ഞ വളരെ നന്നായി. അപ്പൊ ആരിൽ നിങ്ങൾ ആശ്രയം വെക്കുന്നു? ദൈവത്തിൽ ആശ്രയം വെച്ച് നിങ്ങളുടെ തലമുറ ഒരു അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ ദൈവസന്നിധിയിലുള്ള വിശ്വസ്തത വെളിപ്പെടുത്തണം. ഇവിടെ പറയുന്നു, ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ. അപ്പൊ ദൈവസന്നിധി നിൽക്കുന്ന ഒരുവന്റെ അകത്ത് പേടി വരുന്നുണ്ടോ? ആര് കരുതുമെന്ന് അവനറിയാം. ദൈവം ഒരു വാഗ്ദത്തം ഇട്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭവനത്തിൽ വരിക തന്നെ ചെയ്യും. അമ്മ എലിസബത്തിനോടും അമ്മ സക്കറിയാവും പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ പ്രാർത്ഥിക്കുന്നവനായിരുന്നോണ്ട് അവർക്ക് നറുക്ക് വീണത്. അവർ ആലയത്തിൽ വന്നപ്പോ സ്വർഗത്തിലെ ദൂതൻ പറയാ, സക്കറിയാവേ നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടെന്ന്. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നാളുകൾ കഴിഞ്ഞു പോയാലും ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം മാറിപ്പോകത്തില്ല, അത് നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, യാക്കോബ് ഒരു ദർശനം കണ്ടെങ്കിൽ ആ ദർശനം യാക്കോബിന് കൊടുത്തത് പ്രാർത്ഥനയിൽ കൂടെ മേടിക്കുകയായിരുന്നെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ അറിയണം. ഇവിടെ പറയുന്നു, ദുഷ്ടം പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും. എന്നാൽ ഇവിടെ പറയാം, നീതിമാന്മാരുടെ ആഗ്രഹമോ, ആ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവൻ, നെടുമ്പാട് കിടക്കുന്നവൻ, ദൈവത്തോട് പറയുന്നവന്റെ കാര്യങ്ങൾ അത് സാധിക്കുക ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. അപ്പോൾ ആദ്യത്തെ 1-ാമത്തെ മണ്ഡലം ഞാൻ പറഞ്ഞു, ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വാസമുള്ളവരായിരിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചവർ. ഇവിടെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. യേശു പറയുക, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മുകളിൽ കാലങ്ങൾ മുന്നോട്ട് പോയാലും എനിക്കത് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കാൻ റെഡിയാകണം. ഹല്ലേലൂയ. സക്കറിയാവിനെ ഞാൻ പറഞ്ഞു, ഹന്ന പ്രാർത്ഥിച്ചിട്ട് ഹന്നയുടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, കൊച്ച നീ പൊക്കോ, നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം കിട്ടും. അവിടെ തൊട്ടൊരു വാക്ക് കിടക്കുന്നു, അന്ന പിന്നീട് കരഞ്ഞിട്ടില്ല. അന്ന മടങ്ങിപ്പോയി, ഭവനത്തിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ ദൈവം അവളോട് പറഞ്ഞതിനെ വിശ്വസിച്ചപ്പോൾ ഇല്ലാത്തത് അവൾക്ക് ഉളവായി വന്നു.
ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തരം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്തും നിന്റെ തലമുറയ്ക്കകത്തും ചില അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുടെ അകത്തിരിപ്പുണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ ആലോചന ദൈവവുമായിട്ടുള്ളതാണെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകലിലും എഴുതി വെച്ചോ, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്കൊരു മറുപടി നൽകുന്നവനാ. അതുകൊണ്ട് യേശു പറയുന്ന, ഹല്ലേലൂയ, ഇവിടെ യേശു പറയുന്ന, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചെന്ന് വിശ്വസിക്കണം, ലഭിച്ചെന്ന് വിശ്വസിക്കണം, ലഭിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കണം. അത് ആരോടാ പ്രാർത്ഥിച്ചേ? ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന ആരുടെ സന്നിധി ചെന്നിട്ടുണ്ട്? ദൈവസന്നിധി ചെന്നിട്ടുണ്ട്. അതിന്റെ മറുപടി കാത്തിരിക്കുന്നവരാകണം, അതിൽ പ്രതീക്ഷിക്കുന്നവരായി മാറണം. അത് ലഭിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് കാണുന്ന ഏത് മണ്ഡലത്തിനകത്തോടും ഞാൻ വിളിച്ചു പറയാം, ഏത് മണ്ഡലത്തിനകത്തു നിന്നാലും ഞാൻ പറയാം, അതിനകത്തൊരു അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഒരിക്കൽ കഴിഞ്ഞ ഒരു നാളുകൾക്കുള്ളിൽ ഒരു സഹോദരനടുത്ത് പ്രാർത്ഥിക്കുവാൻ വരാനിടയായി. വന്നിങ്ങനെ വന്നപ്പോൾ അവർ ഏറ്റവും വലിയ പ്രശ്നം സമ്പത്തിന്റെ വിഷയമല്ല, അവർക്ക് തലമുറകളില്ലാതെ വന്ന് പ്രാർത്ഥിക്കാൻ എടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് അവരോട് ഇങ്ങനൊരു കാര്യമാണ് പറഞ്ഞത്. ആമീൻ. ഒരു മൂത്ത ഒരു ആൺകുഞ്ഞിനെ ദൈവം എന്നെ കാണിക്കുന്നു, അതിനോടുകൂടെ വേറെ 2 കുഞ്ഞുങ്ങളെ കാണിക്കുന്നു. ആമീൻ. ദൈവം അങ്ങനെ ചെയ്യും എന്ന് പറയുവാനിടയായി. ഇന്ന് പകലെ ആത്മാവിനകത്ത് പറയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ദൈവം ഒരു തലമുറയെ കൊടുത്തു. ഇന്ന് പകലെ ആത്മാവ് ദൂതിനകത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, നീ ചിന്തിക്കുന്നത്, പ്രാർത്ഥനയ്ക്കകത്ത് നീ കണ്ടത് ദൈവം നിനക്ക് നൽകി തരും. പ്രാർത്ഥനയ്ക്കകത്ത് നിനക്ക് വെളിപ്പെട്ടത് അത് മാറിപ്പോകത്തില്ല. പ്രാർത്ഥനയ്ക്കകത്ത് നിന്നോട് ദൈവം പറഞ്ഞത് നിന്റെ ഭവനത്തിൽ വരുമെന്ന് നീ വിശ്വസിക്കാൻ റെഡിയാകുക. നിന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ മാറ്റുമെന്ന്, നിന്റെ തലമുറയ്ക്കകത്ത് അത്ഭുതം നടക്കുമെന്ന്, നിന്നെ ഇന്ന് കാണുന്ന ശൂന്യതകൾ മാറുമെന്ന് അത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, അബ്രഹാം വിശ്വസിച്ച പോലെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് കാണുന്ന പ്രതികൂലങ്ങൾ കുഞ്ഞ് മാറിപ്പോകുക തന്നെ ചെയ്യാം. ഇന്ന് കാണുന്ന പ്രതിസന്ധി മാറിപ്പോകുക തന്നെ കാണുക. നിന്റെ വായിന്നൊരു നെഗറ്റീവ് വരരുത്, അത് ദുഷ്ടന്റെ ആലോചനയാണ്, അത് നിന്റെ അകത്തുനിന്ന് വെളിപ്പെടരുത്. അതുകൊണ്ട് ദുഷ്ടന്റെ ആലോചന, ഇയ്യോബിന്റെ ഭാര്യ പറയുന്നു, ആമി ദുഷ്ടന്റെ ഒരു ആലോചന വിളിച്ചിട്ട് പറയുക, നീ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നീ പോയി മരിച്ചു കളയുക. ആമി ഇയ്യോബിനോട് പറയുന്നതിന്റെ കാരണം ദുഷ്ടന്റെ ഒരു ആലോചനയാണെങ്കിൽ, ഈ ആലോചന വീഴാതിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവിനാൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചോ, അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് തലമുറയ്ക്കകത്ത് വെളിപ്പെടുമെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനിവാര്യമാ. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനിവാര്യമാ. പ്രാർത്ഥിക്കുന്നവൻ യേശു എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നാട്ടുകാർക്കിട്ട് മുഴുവൻ പണിയും കൊടുത്ത്, നാട്ടുകാരെ മുഴുവൻ അനാവശ്യം പറഞ്ഞ്, കാണുന്നതിനെ മുഴുവൻ വേണ്ടാത്തതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് 2 മണിക്കൂർ ഇരുന്നിട്ടോ 4 മണിക്കൂർ ഇരുന്നിട്ടോ നീ ഉപവസിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥനയ്ക്കൊരു ചട്ടമുണ്ട് കേട്ടോ. പ്രാർത്ഥനയ്ക്കൊരു ചട്ടമുണ്ട്. യേശു പറഞ്ഞ പോലെ പ്രാർത്ഥനയ്ക്കൊരു ചട്ടമുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ, ആമി ഉപവസിക്കാനിരിക്കുന്നവൻ ദൈവസന്നിധിയിൽ ഒരു ചട്ടം വേണം. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ദൈവദാസനെതിരായിട്ട് സംസാരിക്കുവാനിടയായി. ഞാനതുകൊണ്ടല്ല പറഞ്ഞു വരുന്നത്, ഒരു പൈസ എടുക്കുവാൻ കാരണമായി തീർന്നു. അദ്ദേഹം എന്തോ പണം എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആ മനുഷ്യന്റെ കോളറെ പിടിച്ചിട്ട് ചോദിച്ചു, ഇവിടുത്തെ പൈസയുടെ കണക്കനുസരിച്ച് പണത്തിനകത്ത് വ്യത്യാസമുണ്ട്, താങ്കൾ എടുത്താണോ? പുള്ളി പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ആ പൈസ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. വീണ്ടും ആവർത്തിച്ചപ്പോൾ പുള്ളിക്ക് ആ മനുഷ്യൻ ഒന്നും മിണ്ടാ പറഞ്ഞു, സാറേ ഞാനൊരു പൈസ പോലും എടുത്തിട്ടില്ല. ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞു. പിറ്റേ ദിവസം ആ രാത്രി തന്നെ ആ ദൈവദാസൻ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. നാളുകൾ കടക്കാനിടയായി. നാളുകൾ കടന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ തലമുറയെ സന്ദർശിക്കുവാനിടയായി. ഇവൻ നിൽക്കുന്ന വിശ്വാസത്തിനകത്ത് തന്നെയാ. ഇവന്റെ വീട്ടിൽ എല്ലാ ആഴ്ചകളിലും പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഉപവാസം നടക്കുന്നുണ്ട്. തലമുറയെ പിശാച് തൊടുത്ത ഒരു രീതിയിൽ തലമുറയ്ക്കകത്തൂടെ പ്രതിസന്ധികൾ വരാൻ തുടങ്ങി. 1, 2, 3 പോലുന്നല്ലേ അത് സംഭവിക്കാൻ തന്നെ. വീടിനെ തകർത്ത് തരിപ്പണമാകുമ്പോ ഒരിക്കൽ വന്ന് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന പോലൊരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞു. അവരതിനെ തപ്പിപ്പോകുവാൻ തുടങ്ങി. അത് തപ്പിപ്പോയൊരു സ്ഥലത്ത് എന്ന് ദൈവദാസനോട് എന്ന് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവൻ ക്ഷമ ചോദിക്കുവാൻ ഇടയായി തീർന്നു. ക്ഷമ ചോദിച്ച പുള്ളി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു വിരോധവുമില്ല സാറേ, ഞാൻ അന്നും ഒരു പൈസ എടുത്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തതുമല്ല. പക്ഷെ അവിടെ നിൽക്കുന്ന പലരുടെയും മുന്നേ ഞാൻ ഒരു കള്ളൻ എന്നുള്ള ലേബൽ കുത്തുമല്ലോ എന്നോർത്ത ഞാൻ അവിടെ വിട്ട് ഇന്ന സ്ഥലത്തേക്ക് ഞാൻ മാറി വന്നത്. എനിക്ക് സാറിനോട് ഒരു വിരോധവുമില്ല. മുഴങ്കാലം നിന്ന് പ്രാർത്ഥിച്ചു.
പറഞ്ഞു വിട്ടു. എങ്കിലും ഞാൻ പറയാം, കർത്താവ് അവരെ വിട്ടുകൊടുത്തില്ല. കാരണം ഇന്ന് പകൽക്കാലം പറഞ്ഞ അവർ ഭവനം ഓരോന്നൊന്നായി തകർക്കപ്പെട്ടു പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവിനറിയണം, പ്രാർത്ഥിക്കുന്നവൻ ക്രിസ്തു പ്രാർത്ഥിച്ച പോലെ പറഞ്ഞ ശത്രുവിനെ നിന്റെ പക്ഷമാക്കുവാനല്ല, ശത്രു നിന്റെ താളടിയാകുവാനല്ല, ശത്രു നിന്റെ പക്ഷമായി ദൈവത്തെ ആരാധിക്കുന്നവനായി മാറണം. ആമ ഇന്ന് പകൽക്കാലം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു യേശുവുണ്ട്. ആമ ഇന്ന് പകൽ കാൽവരി ക്രൂശിൽ യേശു കിടക്കുമ്പോ യേശു കിടന്നുകൊണ്ട് പറയും, ഇവർ ചെയ്യുന്ന എന്തറിയാ, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായി മാറണം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരായി മാറണം. മറ്റുള്ള നീ പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥന നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. പ്രാർത്ഥിക്കുന്നവൻ അതുകൊണ്ട് പറഞ്ഞേ, ആമി ഞാൻ യാചകനായി നിന്റെ അരികിൽ വന്നു, നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചിട്ടില്ല. എന്നിട്ട് പറയുക, എന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് അറിയണം, ക്രിസ്തുവിന്റെ ഭാവം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞു, ദൈവത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് ഇന്ന് പകൽക്കാലം പറഞ്ഞു ചില നട്ട വിത്തുകൾ അധിക ഫലത്തിലേക്ക് വരുവാനിടയോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ അവർ നീ ചില വിതച്ചത് നിന്റെ തലമുറയ്ക്കകത്ത് കൊയ്ത്തായി മാറും. ഇന്ന് മുതൽ എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഒരു വിശ്വസ്തത നീ വെളിപ്പെടുത്തിയാൽ, ദൈവസന്നിധിയിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, പല ഭവനങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവർ ചെയ്ത ഹീനപ്രവൃത്തികൾ വളരെയാണ്. ഇന്ന് പകലും ഞാൻ പറയുന്നു, അതിനേക്കാൾ വലുത് ഉപവസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് നെടുമ്പാട് വീണ നിന്നോട് കരുണ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇവിടെ പറയുന്ന പകലോ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെ ലഭിച്ചു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പ്രാർത്ഥനയുടെ പ്രതിഫലം വരുന്നത് നിങ്ങൾ അകത്തറിഞ്ഞോണം. സക്കറിയാവിന് ധൂപം കാട്ടുവാൻ അവസരം കിട്ടുന്നതിന്റെ പുറത്തെ വാക്ക് ഇടുന്നു, ആമീൻ. ആ പ്രാവശ്യം സക്കറിയാവിന് നറുക്ക് വീണു. ഈ നറുക്ക് വീഴുന്ന അനേക പുരോഹിതന്മാരുടെ പേരിട്ടുമ്പോഴാ അതിനകത്തുനിന്ന് സക്കറിയാവിന് പേര് വീഴുന്നേ. സക്കറിയാവ് ധൂപം കാട്ടുവാൻ ആലയത്തിൽ കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുക, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇരിപ്പുണ്ട് ഈ ഹോളിനകത്ത്? ഇന്ന് പകലറിഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നുണ്ട് കർത്താവിനെ? ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ദൈവം വ്യക്തമായ മറുപടി തരും. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. എന്നിട്ട് പറയുക 15-ാമത്തെ വാക്യം പറയുക. 15-ാമത്തെ വാക്യം, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നറിയുന്നു. അപ്പൊ എങ്ങനെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത്? ദൈവഹിതപ്രകാരമായിരിക്കണം പ്രാർത്ഥിക്കുന്നത്. അത്ര അപ്പുറം ശത്രു സംഹാരം വല്ലതും നടക്കുമോ? ശത്രുവിനെ സ്നേഹിച്ച ഒരു യേശു ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. 15-ാമത്തെ വാക്യം പറയാം, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. ലഭിച്ചു എന്നറിയുന്നു മാത്രമല്ല, ലഭിച്ചു എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ദൈവത്തിലുള്ള വിശ്വാസം കണ്ടോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം പറയുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നിങ്ങൾ കാണണം. അബ്രഹാമിൻ്റെ പ്രായത്തെ നിങ്ങൾ കാണണം. അബ്രഹാമിൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്യുന്ന 75-ൽ, വാഗ്ദത്തത്തിൻ്റെ റിലീസിങ് വരുന്നത് 100-ാമത്തെ വയസ്സിൽ. ഉൽപ്പത്തി 21-1 പറയുക, ദൈവം വാഗ്ദത്തം ചെയ്തതിന് സമയമായപ്പോൾ അവൻ സാറയെ സന്ദർശിച്ചു. ഈ നാളുകൾ മുഴുവൻ വിശ്വസ്തയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നിന്റെ സാഹചര്യമല്ല വിഷയം, നിന്റെ വിശ്വാസമാണ് വിഷയം.
സാഹചര്യം നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്, നിന്റെ വിശ്വാസത്തിൻ്റെ ആഴം നോക്കിയ ദൈവം വിശ്വസിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവഹിതപ്രകാരം അപ്പൊ ഈ പ്രാർത്ഥിച്ചവരുടെ മേൽ ആത്മാവിനെ പകർന്നു. സഖിയും മാളയും മുറിക്കകത്ത് ദൈവിക വാഗ്ദത്ത പ്രകാരം അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കപ്പെട്ടു. ഒന്നാമത്തെ അപ്പോസ്തല പ്രവൃത്തി 2 വന്നപ്പോൾ അവർ ആത്മാവിനെ വന്നവർ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വരും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വരുമ്പോൾ, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാർ സുന്ദരമെന്ന ദേവാലയത്തിന് ഗോപുരത്തിന്റെ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കാത്തത് നടത്തുന്ന ദൈവത്തിന്റെ പദ്ധതി. നീ പ്രതീക്ഷിക്കുന്നതല്ല, പ്രതീക്ഷിക്കാത്ത ചിലത് ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പറയാം, പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുക. പ്രതീക്ഷിക്കാത്ത ചിലത്, മുടന്തം പ്രതീക്ഷിക്കാത്തത് ആ ഭവന വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, പ്രതീക്ഷിക്കാത്ത ചിലത് ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടാൻ തുടങ്ങും. പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. പ്രതീക്ഷിക്കാത്തത് ഇന്ന് മനുഷ്യൻ പ്രതീക്ഷിച്ചതല്ല, മുടന്തം പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കാത്തിരുന്നത് ഒരെണ്ണം സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽ ആരോടോ ആത്മാവിനൊരു ദൂത് പറയാം, പ്രതീക്ഷിക്കാത്ത ചിലത് ഈ ദിവസങ്ങളിൽ നിന്നെ തേടി വരാൻ പോവുക. ഇന്ന് പകലിൽ നീ പ്രതീക്ഷിക്കാത്ത ചിലത്, സക്കറിയാവ് പ്രതീക്ഷിക്കാത്തത്, സക്കറിയാവ് ധൂപം കാണാൻ പോകുമ്പോ പ്രതീക്ഷിക്കാത്തത് ആ തക്ക സമയത്ത് നടന്നെങ്കിൽ ഇന്ന് പകൽ പ്രതീക്ഷിക്കാത്തത്, അന്നയുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കാത്തത്, ആഗാറിന്റെ മുന്നേ പ്രതീക്ഷിക്കാത്തത്, പത്രോസിന്റെ മുന്നേ പ്രതീക്ഷിക്കാത്തത്, ഇന്ന് പകൽ ചില ഭവനങ്ങൾക്കകത്ത് അത് വെളിപ്പെടുമെന്ന് പറയുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ, ഈ പ്രതീക്ഷിക്കാത്ത ചില കോള്, പ്രതീക്ഷിക്കാത്ത ചില നന്മ, പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ, പ്രതീക്ഷിക്കാത്ത ചില സൗഖ്യങ്ങൾ, നീ പ്രതീക്ഷിക്കാത്തത് സ്വർഗം ഈ പകൽ പ്രതീക്ഷിക്കുക. എന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്തു. പ്രതീക്ഷിക്കാത്ത ചില വഴികളെ ഈ ദിവസം ദൈവം ചെയ്യാൻ പോവുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. മുടന്തം പ്രതീക്ഷിക്കാത്തത് ദൈവം പ്രവർത്തിക്കും. ഇന്ന് പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങളെ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആണ്ടുകൾ കൊണ്ടും നാളുകൾ കൊണ്ടും ഇരുന്നവന്റെ ചരിത്രം മാറ്റുന്ന പ്രാർത്ഥനയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചു. ആണ്ടുകൊണ്ടും നാളുകൾ കൊണ്ട് നടക്കാത്ത ചില അത്ഭുതങ്ങൾ, നാളുകൾ കൊണ്ട് നടക്കാത്ത ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ തലമുറയ്ക്കകത്തും ഭവനത്തിനകത്തും നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് വരെ നടക്കാത്ത ചിലത് ആത്മാവ് ഇങ്ങനെ തന്നെ പറയും, നടക്കാത്ത ചിലത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്ന ദൈവത്തെ സ്തോത്രം ചെയ്തു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം. ചിന്തിക്കാത്ത സമയത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 3-ാമത്തെയും 11-ാമത്തെ വാക്യത്തെ പറയുമ്പോൾ, അവൻ പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കണ്ടോ, പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ഇവിടെ നടക്കുക. മുടന്ന സൗഖ്യമായി, ജനത്തിന്റെ മുന്നിൽ അടയാളമായി ഇവിടെ നിൽക്കുക. ഇന്നലെ വരെ ഭിക്ഷ യാചിച്ചിരുന്നവൻ ഇന്ന് പത്രോസ് യോഹന്നാനോട് നിൽക്കുകയാ. ഇന്ന് ആത്മാവിനകത്തകത്ത് കണ്ട് ചില മേഖലകളിൽ ഇന്നലെ വരെ മാറ്റി നിർത്തിയ ചില മേഖലകളിൽ ദൈവം നിന്നെ നിർത്താൻ പോവുക. എത്ര പേര് വിശ്വാസം? ചില മേഖലകളിൽ നിന്റെ ഭവനത്തെ മാറ്റി നിർത്തിയത് ദൈവം ഈ പകൽ ചേർത്ത് നിർത്താൻ പോവുക. ഇവിടെ പറയും, യോഹന്നാനോട് ചേർന്ന് നിൽക്കുക. ജനം വിസ്മയം കൊണ്ടു. ഒരതിശയം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
ഒരു വലിയൊരു അതിശയം നടന്നെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഞാൻ പറയാ, പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുന്നവന്റെ ഭവനത്തിൽ അത്ഭുതമുണ്ട്. ഇന്ന് ഈ പകൽ ഈ ദൂത് പറയുമ്പോൾ ആത്മാവിനകത്ത് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുക. ആമേൻ. അധിക ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഭവനങ്ങൾക്കകത്ത് ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ അത് വെളിപ്പെടാൻ പോവുകയാണെന്ന് വിശ്വസിക്കാൻ. പക്ഷെ അതിന് ഒന്നാമത്തെ മണ്ഡലം ഞാൻ പറയുന്നു, പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കണം. പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വാസത്തിൽ ഒരു പ്രാർത്ഥന വെളിപ്പെട്ടാൽ, വിശ്വാസത്തിൽ ഒരു പ്രാർത്ഥന വെളിപ്പെട്ടാൽ, ആമേൻ, ഇന്ന് പകൽ തളർന്നു പോകുന്നവന്റെ പ്രാർത്ഥനയല്ല ഞാൻ വിളിച്ചു പറയുന്നത്. വിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് ദൈവം ചില വരുതലുകൾ നടത്താൻ പോകുകയാണ്. ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ സമയമാണെന്ന്, ദൈവം എനിക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകൽ ഇന്നലത്തെ മണ്ഡലമല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ചില വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മണ്ഡലത്തിനകത്ത് ഈ സമയം ഒരു ചർക്ക തിരിയുന്ന പോലെ ചില ദൈവിക അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയാൻ പറയുന്നു, അവ ചില വിശ്വസിക്കുന്നവരുടെ അകത്തേക്ക് ഒരു ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങുക, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നിന്നെ കടയപ്പെട്ട ചില വാതിലുകളെ ഈ പകൽ ദൈവം തുറക്കുന്ന പോലെ അവ ചിലരുടെ നിലവിളിയുടെ മുന്നിൽ, ചിലരുടെ കണ്ണുനീരിന്റെ മുന്നിൽ അവ തടസ്സങ്ങൾ വഴിമാറാൻ പോകുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, അവ ചില തടസ്സങ്ങളെ മാറ്റത്തക്ക രീതിയിൽ നിന്റെ നിലവിളി ഉയരാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയുന്നു? യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് ഈ പകൽ നിന്റെ പ്രാർത്ഥനയിൽ അത് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ചിലരുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു മാറ്റം വരാൻ പോകുക. ഈ രാത്രി മുതലുള്ള പ്രാർത്ഥന, ഈ പകൽ മുഴുവനുള്ള പ്രാർത്ഥന, ഈ ദിവസങ്ങളിൽ ദൈവ ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുന്ന ആത്മാവ് വിളിച്ചു പറയുക. അതുകൊണ്ട് മർക്കോസിന്റെ 10-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോ അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരുടെ വലിയ പുരുഷാരത്തോടുകൂടി യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമ്മായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരിക്കുകയായിരുന്നു. നസ്രാന യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. ഇന്നൊരു പ്രാർത്ഥന നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പെടണം. ഇന്ന് പകൽ വിശ്വാസത്തിന്റെ ഒരു പ്രാർത്ഥന വെളിപ്പെടണം. ഈ ആഴ്ചകളിൽ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അകത്തൊരു വിശ്വാസത്തിന്റെ പ്രാർത്ഥന വെളിപ്പെടണം. ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമെന്ന്. ഇന്ന് ദാവീദ് പുത്രാ, ദൈവമേ എന്നോട് കരുണ തോന്നണമെന്ന് തിമ്മായിയുടെ മകനെ ബർത്തിമായി ആമി ദൈവത്തിന്റെ സ്വാമി കർത്താവ് കടന്നു പോകുന്ന കേട്ടിട്ട്, യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ആമി അവിടെ ഇരുന്നവർ പറഞ്ഞു, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടോ, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അത്യുച്ചത്തിൽ ഇന്ന് പകലി ആത്മാവിന് ഞാൻ വിളിച്ചു പറയുന്നു. പ്രാർത്ഥനയുടെ സമയത്തിന്റെ ദൈർഘ്യം കൂട്ടി നിലവിളിക്കണം. പ്രാർത്ഥനയുടെ സമയത്തിന്റെ ദൈർഘ്യം, ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ, ആത്മാവിന്റെ ശക്തി വിളിച്ചു പറയുമ്പോ, അവന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി എന്തെങ്കിലും വന്നാൽ ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽ വിളിച്ചു പറയണം, കർത്താവ് എന്നോട് കരുണയുണ്ടാകണം. ഇവിടെ പറയുന്നു, പലരും അവനെ ശാസിച്ചിട്ട്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയാ, പ്രാർത്ഥനയുടെ ശക്തി നീ കൂടിയേ മതിയാകുള്ളൂ. നിലവിളിയുടെ ശബ്ദം നീ കൂട്ടിയേ മതിയാകത്തുള്ളൂ. ഇന്നലെ വരെ പ്രാർത്ഥിച്ച പോലെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവ മഹത്വം വെളിപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. യേശു നിന്നെ സന്ദർശിക്കുന്ന സമയമാണ്. ഇന്ന് പകൽ നിലവിളിച്ച് വിളിച്ചു വരുമ്പോ ആമേ, അപ്പോൾ യേശുവിന്റെ വിളിപ്പിൽ നിന്ന് വിളിപ്പീൻ എന്ന് പറഞ്ഞു. യേശു ആമേ ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളി കേട്ടിട്ട് യേശു പറയുകയാണ്, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലമാണ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനകത്തൊരു ദൂത് പറഞ്ഞ് വിളിച്ചു പറയാ, നീ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് ദൈവം ഇന്ന് നിന്നോട് ആത്മാവിനകത്തൊരു വിളിച്ചു പറയാ. ആമി ഇന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ഇതാണ്. ആമി യേശു നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോ പറയുന്ന വാക്കിതാണ്. ആമി ഇന്ന് നിന്നോട് ഒന്നേ ഒരു ദൂതേ ഉള്ളൂ, ധൈര്യപ്പെടുവീൻ, നിന്നെ യേശു വിളിക്കുന്നുണ്ട്. ആമി ഇന്ന് പകൽക്കാലം വരുന്നു, പൗലോസേ ധൈര്യപ്പെടുവീ, പൗലോസേ ധൈര്യപ്പെടുവീ. പത്രോസിനെ നോക്കിയിട്ട് യേശു പറയുന്നു, ധൈര്യപ്പെടുവീ. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തൊരു ദൂതയോട് പറയുകയാണ്, ആമി ധൈര്യപ്പെടുവീ, യേശു നിന്നെ വിളിക്കുന്നുണ്ട്, യേശു നിന്നെ വിളിക്കുന്നുണ്ട്, യേശു നിന്നെ വിളിക്കുന്നുണ്ട്. ഓ റബല വൈഡവര സന്ദര, ഹല്ലേലൂയ. കുരുടൻ വിളി
വിളിയെ കേട്ടിട്ട് അവൻ തന്നെ പുതപ്പിട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റ് യേശുവിന് അരികിൽ വന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരാൻ പോകുക. പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി തരാൻ പോകുക. പ്രാർത്ഥന നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുക. പ്രാർത്ഥന നിന്റെ ഭവനത്തിൽ അത്ഭുതം ശ്രദ്ധിക്കാൻ പോകുക. പ്രാർത്ഥന നിന്റെ തലമുറയ്ക്കകത്ത് ഇറങ്ങാൻ പോകുക. പ്രാർത്ഥന അബ്രഹാമിന്റെ പ്രാർത്ഥന അബ്രഹാമിന്റെ മേൽ ഇറങ്ങി വന്ന പോലെ, അബ്രഹാമിന്റെ പ്രാർത്ഥന സാറായിയുടെ മേൽ ഇറങ്ങി വന്ന പോലെ, അന്നയുടെ പ്രാർത്ഥന അവിടെ ഉദയത്തിന്മേൽ ഇറങ്ങി വന്ന പോലെ, ഇന്ന് പകൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരാൻ പോകുക. പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരിക. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഓ വിശ്വസിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. നിനക്കൊരു അത്ഭുതം ഈ പകലിൽ നടക്കും. യേശു ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം കുഞ്ഞാ? നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? നിനക്ക് എന്ത് ചെയ്തു തരണം? എന്ത് ചെയ്യണം നീ ഇച്ഛിക്കുന്നത് ചോദിച്ച്, റബ്ബൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് അവൻ വിളിച്ചു പറഞ്ഞെങ്കിൽ നിന്റെ വിശ്വാസത്താൽ ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കാൻ പോകുക. നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ആത്മാവി വിളിച്ചവരെ യേശു നിന്നെ വിളിക്കുകയാണ് ഇന്ന് പകലിൽ. പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്. യേശുവിനോട് പറ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പെരുപ്പമുണ്ടാവും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിലാണ് തെക്കുന്നും കിഴക്കുന്നും വടക്കുന്നുമല്ല അനുഗ്രഹം വരുന്നത്. യേശുവിൽ നിന്നൊരു അനുഗ്രഹം വരും, യേശുവിൽ നിന്നൊരു അനുഗ്രഹം വരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയാം. യേശു അവനോട് പറയുന്നു, നിന്റെ വിശ്വാസം. പ്രാർത്ഥന ജൽപ്പനമല്ല, പ്രാർത്ഥന വിശ്വാസമാ. പ്രാർത്ഥിച്ചവൻ വിശ്വാസത്താല പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദുഷ്ടന്റെ മനസ്സ് വെച്ചാ പ്രാർത്ഥിക്കാതെ നീതിമാന്റെ മനസ്സ് വെച്ചാ പ്രാർത്ഥിച്ചെങ്കിൽ, ഇന്ന് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇനി നാളുകൾ നീ എണ്ണി കാത്തിരിക്കേണ്ട വരത്തില്ല. നിന്റെ ഭവനത്തിന്റെ നിന്റെ തലമുറയുടെയും അകത്തൊരു ദൈവം ഒരു അത്ഭുതം ചെയ്തെന്ന് വിശ്വസിക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? വിശ്വാസത്തോടെ ഒരുവൻ പ്രാർത്ഥിച്ചാൽ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസത്തിനകത്ത് നിങ്ങൾ അറിഞ്ഞോണം, ആമേൻ, നിങ്ങളുടെ പ്രാർത്ഥന ആഴമുള്ള പ്രാർത്ഥനയായി മാറാം. വിശ്വാസം വർദ്ധിക്കണം. ദൈവ പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്നകത്ത് വിശ്വസിക്കണം. ഇപ്പം അത് അത്ഭുതം നടക്കും. ആമേൻ. തലമുറ വിളിക്കും, ഫോൺ ചെയ്യണം, മോനെ അത്ഭുതം നടന്നോ? ഇന്ന ഇല്ലെങ്കിൽ ഇപ്പൊ നടക്കാൻ പോവാ എന്ന് പറയണമെന്ന് വരികിൽ അകത്ത് വിശ്വാസം വേണം, അകത്തൊരു വിശ്വാസം വേണം. യേശു മത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നൊരു ബലം പുറപ്പെടുവിക്കത്തില്ല. ശിഷ്യന്മാർ കേട്ടു, അമ്മ മടങ്ങിപ്പോയി. എന്നാൽ അവർ തിരിച്ചു വരുമ്പോ ഒരു വാർത്ത കാണുകയാണ്. ശിഷ്യന്മാർ നോക്കിയിട്ട് പറഞ്ഞു, റബ്ബൂനി, നീ എന്ന് പറഞ്ഞത് ഈ അത്തിയെ നോക്കി ശപിച്ചില്ലേ? ഇതിന്റെ വേരോടെ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കും. ഇന്ന് പകൽ വിശ്വാസം ഒരു പ്രാർത്ഥനയാണെങ്കിൽ, വിശ്വാസം ഒരു അത്ഭുതമാണെങ്കിൽ, വിശ്വാസം നിന്റെ അകത്ത് നിൽക്കാൻ റെഡിയാണെങ്കിൽ, വിട്ടുകൊടുക്കാത്ത ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിനക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറന്നു തരും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അല്ലാതിരിക്കുന്നവരല്ല, വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നത്, വിശ്വസിക്കുന്നവരുടെ അകത്തൊരു വലിയ അത്ഭുതം നടക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് ചില പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിലെ ദൂതന്മാർ വരാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണെ പറയാ, ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ തലമുറയ്ക്കകത്തും നിനക്കകത്തും ചില സദ്വർത്തമാനം ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിക്കാൻ പോകുക. ഈ ആഴ്ച പ്രാർത്ഥനയുടെ ആഴ്ചയായി മാറട്ടെ. ഈ ആഴ്ച നിലവിളിയുടെ പ്രാർത്ഥനയായി മാറട്ടെ. ഈ ആഴ്ച ഒരു അത്ഭുതത്തിന്റെ ആഴ്ചയായി മാറട്ടെ. ഈ ആഴ്ച വിടുതലിന്റെ ആഴ്ചയായി മാറട്ടെ. നീ കേൾക്കാതിരുന്നത് ചില സദ്വർത്തമാനം നിന്നെ കേൾക്കാൻ പോകുക. നിനക്കായി ചില കരുതലുകൾ സ്വർഗത്തിൽ നടന്നെന്ന് വിളിച്ചു പറയത്തക്ക രീതിയിൽ ഒരു പ്രാർത്ഥന വെളിപ്പെടും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ടോ? പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടോ? പ്രാർത്ഥിച്ചാൽ അത്ഭുത വഴികൾ ദൈവം തുറക്കും. പ്രാർത്ഥിക്കുന്നവരുടെ അകത്തൊരു വിശ്വാസം വേണം. പ്രാർത്ഥിക്കുന്നവരുടെ അകത്ത് ഒരു വിശ്വാസം വേണം. പ്രാർത്ഥിക്കുന്നവരുടെ അകത്തൊരു വിശ്വാസം വേണം. ഹല്ലേലൂയ. ഏത് പീഡകൾ വന്നാലും പ്രാർത്ഥനയ്ക്കകത്ത് മറുപടിയുണ്ട്. ഏത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥനയ്ക്കകത്തൊരു മറുപടിയുണ്ട്. എന്ത് പ്രതികൂലം വന്നാലും ഒരു മറുപടിയുണ്ട്. എത്ര പേർ ആമീൻ പറയുന്നിടത്തില്ല? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ 1 വാക്യങ്ങൾ വരുമ്പോഴേ, അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി.
യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. മൂന്നാമത്തെ വാക്യം പറയുക, അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടു. അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുന്നിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവറുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ഒരു വലിയ പ്രതികൂലം ദൈവസഭയ്ക്കെതിരായി നിൽക്കുകയാണ്. കർത്താവിന് ശേഷം യാക്കോബിനെ കൊന്നുകളഞ്ഞു. ഹെരോദാവ് പത്രോസിനെ ചങ്ങലയിൽ ബന്ധിതനാക്കി. പടയാളികൾ കാവൽ നിൽക്കുക. സാധാരണ ലെവലിൽ ചിന്തിച്ചാൽ പത്രോസിന് വിടുതലില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ ചിന്തിച്ചാൽ അത്ഭുതമാണ്. പ്രാർത്ഥനയിൽ ദർശനമുള്ളവൻ കണ്ടാൽ അത്ഭുതമാണ്. എത്ര പേര് വിശ്വാസത്തോടെ സഭ ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി? എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമേൻ. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ചില വാതിലുകളെ തുറക്കുവാനിടയാവും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദൂതന്മാർ ചില മണ്ഡലങ്ങളിൽ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ചില മണ്ഡലങ്ങൾക്കകത്ത് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരോട് ആത്മാവിനൊരു ദൂത് പറയുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂതൻ ചില മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ദൂതൻ ചില മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ എടുക്കുന്നുണ്ട്? ദൂതൻ ചില മണ്ഡലങ്ങൾക്കകത്ത് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് സംഭവിക്കാൻ പോവുക. ദൂതൻ പത്രോസിന് അരികിൽ ചെല്ലുന്നു. പത്രോസ് ആയിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു. ഇന്ന് പകലിൽ ആത്മാവിനകത്തൊരു ദൂത് ഞാൻ പറയാം. എത്ര വലിയ പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നാലും അത് തുറക്കാൻ അറിയുന്ന ഒരുവനെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ പ്രതികൂലം വന്നാലും അതിന്റെ മധ്യത്തിൽ അത്ഭുതം ചെയ്യുന്ന ഒരുവനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം വാതിലും 2ാം വാതിലും കിടക്കുന്നു പത്രോസ്. 3ാം വാതിലായപ്പോ പട്ടണത്തിന്റെ വാതിൽ അവന്റെ മുന്നിൽ തനിയെ തുറക്കപ്പെടാൻ തുടങ്ങിയ ഇന്ന് പകൽ അറിയണം ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില തലമുറയ്ക്കകത്ത് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില വാതിലുകൾ തുറക്കുകയോ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ നടക്കുകയോ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലല്ലോ. പ്രാർത്ഥിക്കുന്നവൻ അത്ഭുതത്തെ കാണുക. ഇന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ചില വാതിലുകൾ തുറന്നു കൊടുക്കുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി അത്ഭുതങ്ങൾ നടക്കുക. നീ ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുമ്പോ ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുക. നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോ ചില വാതിലുകൾ, ഇരുമ്പ് വാതിലുകൾ നിനക്ക് അനുകൂലമായി തുറക്കപ്പെടുക. ഞാൻ ഈ ആത്മാവിനകത്തൊരു ദൂത് പറയുമ്പോ ചില കെട്ടപ്പെട്ട കെട്ടുകൾ അഴിയപ്പെടാൻ തുടങ്ങും. ചില കെട്ടപ്പെട്ട കെട്ടുകൾ അഴിയപ്പെടാൻ പോകുക. കെട്ടപ്പെട്ട ചില ബന്ധനങ്ങൾ അഴിയപ്പെടാൻ പോകുക. ചില കെട്ടുകൾ ഈ പകൽ അഴിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില വാതിലുകൾ തനിയെ തുറക്കും. ഇതൊരു പ്രാർത്ഥനയുടെ ശക്തിയാണ്. നിന്റെ ഭാവിയെ തടഞ്ഞു വെച്ചത്, നിന്റെ തലമുറയുടെ ഭാവിയെ തടഞ്ഞു വെച്ച, നിന്റെ ഭവനത്തിനെ തടഞ്ഞു വെച്ചത് ഇന്ന് പകലിൽ അത് വാതിൽ തനിയെ തുറക്കപ്പെടാൻ പോകുക. ഒരു കൂട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിൽ ചില വാതിലുകൾ നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ ദൈവം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതം അവിടെയല്ല. പത്രോസ് ഇവിടെല്ലാം കടന്നു. ഇരുമ്പ് വാതിൽ തനിയെ തുറന്നു. അതിനുശേഷം 12ാമത്തെ വാക്യം ഇങ്ങനെ ഗ്രഹിച്ച ശേഷം
അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കണ്ടോ, കിടക്കുന്ന അത്ഭുതം കണ്ടോ? പത്രോസിനെ വേറെ എങ്ങോട്ടുമല്ല ദൈവം വിട്ടെ, നീ പ്രാർത്ഥിച്ചു നേടിയവന്റെ അരികിലേക്ക്. ഇന്ന് പകലുള്ള പ്രാർത്ഥിച്ച് ചിലർ നേടാൻ പോവുക, പ്രാർത്ഥിച്ച് ചില അത്ഭുതം കാണാൻ പോവുക, പ്രാർത്ഥിച്ച് ചില വഴി തുറക്കപ്പെടാൻ പോവുക, പ്രാർത്ഥിച്ച് ചില കെട്ടുകൾ അഴിയപ്പെടാൻ പോവുക, പ്രാർത്ഥിച്ച് ചില സൗഖ്യങ്ങൾ വരാൻ പോവുക, പ്രാർത്ഥിച്ച് ചില വീടുകളിലേക്ക് മാറാൻ പോവുക. എത്ര പേർ ആമയും പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ആമയും മർക്കോസിന്റെ ഭവനത്തിനകത്തേക്ക് ആമയും അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ പത്രോസ് അപ്പോസ്തലൻ ചെല്ലുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ അറിയുന്നില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൂതന്മാരുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നീ കണ്ടില്ല കേട്ടോ, നീ ഇന്ന് കണ്ടിട്ടില്ല, നീ അറിഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഒരു അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഇത് രാജ്യങ്ങളുടെ പുറത്താകാം, അകത്താകാം, എവിടെയാകാം. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വാതിൽ തുറന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ഹോളിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇരുമ്പ് വാതിൽ തുറക്കപ്പെടാൻ തുടങ്ങുക. ചില പട്ടണത്തിന്റെ വാതിൽ, ചില രാജ്യങ്ങളുടെ വാതിലൊക്കെ തുറക്കപ്പെടുകയാ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ മർക്കോസിന്റെ ഭവനത്തിലേക്ക് ഈ പത്രോസ് അപ്പോസ്തലൻ വരുക. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയാറെ പ്രാർത്ഥനയുടെ പ്രതിഫലം വരാൻ പോവാ. അവൻ വന്ന് പടിവാതിക്കൽ വന്ന് മുട്ടി. രോധ എന്ന ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിക്കൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്നറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു. പറയുമ്പോൾ അവന്റെ ദൂതനാകുന്നു എന്നവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയം പൂണ്ടു. നീ ചിന്തിക്കാത്ത ചിലം ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവിനാൽ ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ റെഡിയാ. നീ ചിന്തിക്കാത്ത ചില അത്ഭുതങ്ങൾ ഈ ആഴ്ച നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. നീ ചിന്തിക്കാത്ത ചില അത്ഭുതം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയത്തിന്റെ മുകളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാർത്ഥനയുടെ പ്രതിഫലം ഈ ദിവസങ്ങളിൽ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസം വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാൻ പോവുക. ആമേൻ. നീ ചിന്തിക്കാത്തവരെ, അതുകൊണ്ടാണ് പറയുന്നത്, വിസ്മയം പൂർണ്ണത്തക്ക രീതിയിൽ, അവർക്ക് അത്ഭുതം തോന്നത്തക്ക രീതിയിൽ സ്വർഗം പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽ നീ എഴുതി വെച്ചോ, നിനക്ക് അത്ഭുതം തോന്നത്തക്ക രീതിയിൽ സ്വർഗം ചില അത്ഭുതത്തിന്റെ അടയാളം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിശ്വസിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഈ ആഴ്ച ചില ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഈ ആഴ്ച ചില അത്ഭുതങ്ങളുടെ പ്രവൃത്തിയുടെ സമയമാണ്. നീ നനച്ചിരിയാത്ത സമയത്ത് ചില അത്ഭുത വാതിലുകൾ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പോലെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. നനച്ചിരിയാത്ത സമയത്ത് ചില അത്ഭുതം നടക്കും. ബെഥെസ്ദയുടെ കുടക്കടവിച്ചത് ഒരു യേശുവിനെ കാണാം. ബെഥെസ്ദയുടെ കുളക്കടവിൽ കിടക്കുമ്പോൾ യേശു ബെഥെസ്ദയുടെ കുളക്കടവിൽ കിടന്നവനെ കണ്ടു. അവരേറിയ കാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്ന് യേശുവിന് ചോദിക്കാൻ അത്രേ ഉള്ളൂ, നിനക്ക് വിടുതലാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് നീ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? നീ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? നീ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന വെളിപ്പെടാൻ റെഡിയാകുന്നുണ്ടോ? ഉടനെ അവൻ പറയുന്നൊരു ബെഥെസ്ദ കുളക്കടവിൽ കിടക്കുന്ന രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, കിടക്കയെടുത്ത് നടക്ക. ഇന്നൊരാത്മാവിലൊരു ദൂത ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നാളുകൾ കൊണ്ട് കാത്തിരുന്നത് ഈ ദിവസം വരാൻ പോവാ.
നാളുകൾ കൊണ്ട് പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം. എത്ര പേർ ഏറ്റെടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടെ? എനിക്കൊരു അത്ഭുതം ആവശ്യമാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ ദിവസങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, ചില വഴികൾ ദൈവം തുറക്കപ്പെടാൻ പോവുക, ചില അത്ഭുതത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ അത്ഭുതങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ. അവൻ പ്രതീക്ഷിക്കാത്തത്, ബെഥേസ്ദയുടെ കുടക്കടവിൽ കിടക്കുന്നവൻ പ്രതീക്ഷിക്കാത്ത, അവൻ ദൂതനിറങ്ങി വെള്ളം കലക്കുന്ന കാത്തോണ്ടിരിക്കുമ്പോ യേശു ചോദിച്ചു, നിനക്ക് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നീ കിടക്ക എടുത്തോളാൻ പറഞ്ഞു. നാളുകൾ കൊണ്ട് കാത്തിരുന്നത് ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോകുക. നീ നാളുകൾ കൊണ്ട് കാത്തിരുന്ന ഒരു അത്ഭുതം നിന്റെ ഭവനത്തിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം. യേശുവിന്റെ നാമത്തെ ഇന്ന് പകൽ ഒരു പ്രാർത്ഥന വെളിപ്പെടട്ടെ ദൈവസഭയ്ക്കകത്ത്. ഇന്ന് പകൽ ഒരു പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽ കാത്തിരുന്നത്, കാത്തിരുന്നത്, നീ ഇന്ന് കാത്തിരുന്ന ദൂതന്മാരെ ആയിരിക്കാം, നീ കാത്തിരുന്ന ചില വ്യക്തികളെ ആയിരിക്കാം, നീ കാത്തിരുന്ന ചില നിനക്ക് വേണ്ടി എന്തോ ചെയ്യുമെന്ന് പറഞ്ഞവരെ ആയിരിക്കാം, നീ കാത്തിരുന്ന ചില നിയമത്തെ ആയിരിക്കാം. ഇന്ന് പകൽ എനിക്കത് ഒന്നേ അറിയത്തുള്ളൂ, കാത്തിരിക്കാത്ത ഒരുവൻ നിന്റെ അരികിൽ നിന്ന് വരികയോ. ഇന്ന് അവൻ ചോദിക്കും, നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ഒരു അത്ഭുതം പ്രാപിക്കുക, ഒരു അത്ഭുതം പ്രാപിക്കുക. ഇന്ന് പകൽ വിശ്വസിച്ചാൽ ഇന്ന് പകൽ ദൈവ മഹത്വം വെളിപ്പെടും. വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങി, വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങി. വിശ്വസിക്കുന്നവർ, ആമേ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് ആണെങ്കിൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് ആണെങ്കിൽ ഒരു സഭ പ്രാർത്ഥിക്കുക. ഇന്ന് നിന്റെ തലമുറ ഒരു വിഷയമെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ ഭവനത്തിന്റെ വിഷയമാണ് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ഒരു അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ രോഗത്തിന്റെ അവസ്ഥയാണ് പ്രാർത്ഥിക്കുക. ഈ പകലിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ ഭാവിയെ തടയുന്ന എന്താണോ ആ ചങ്ങല ഇന്ന് പകൽ തകർക്കപ്പെടാൻ പോവുക. അതിന്റെ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുക. ഒന്നാം ഗേറ്റും രണ്ടാം ഗേറ്റും കഴിയും. ഇരുമ്പ് വയറ്റ് തനിയെ തുറന്നെങ്കിൽ അതുപോലെ നിനക്ക് വേണ്ടി ഒരു ദൈവം ഒരു വിടുതലിന് ഈ പകലിൽ അയക്കാൻ പോവുക. ഓ, പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ, പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ, പ്രാർത്ഥനയിൽ വെളിപ്പെടട്ടെ. നിന്റെ ദൈവം നിന്നെ ദൈവം പട്ടണങ്ങളിലേക്ക്, ദേശത്തിലേക്ക് വാതിലുകൾ തുറക്കപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന നിന്നെ ഐക്യപ്പെടുന്നവനായി മാറ്റുക. പ്രാർത്ഥന പട്ടണത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിനക്കെതിരായി നിൽക്കുന്ന സകലത്തിന്റെ പേര് ജയം തരുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസം നിന്റെ അകത്ത് കത്തട്ടെ, വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെടട്ടെ, വിശ്വാസം നിന്റെ പ്രാർത്ഥനയിൽ വരട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ. നീതിമാന്റെ പ്രാർത്ഥന ആ സ്വർഗ്ഗം കേൾക്കുന്നതാണെങ്കിൽ നീതിമാന്റെ തലമുറ അപ്പത്തിന് ഇരക്കത്തില്ലെന്ന് വചനം പറയുന്നെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ വെളിപ്പെടട്ടെ, വിശ്വാസത്തോടെ. ഈ പകലിൽ ഒരു അത്ഭുതം നടന്നെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11:6 പറയും, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നുള്ളതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു വിശ്വസിക്കണം. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ അരികിൽ വരുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അവൻ പ്രതിഫലം തരുന്ന ദൈവം. പ്രാർത്ഥനയിൽ പ്രതിഫലത്തെ കണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വാതിലുകളെ തുറക്കുക. എത്ര വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന പുതുവഴികളെ തുറക്കുന്നതാ. നീ ഒരു സാധാരണക്കാരനാണ്, നിന്നെ അസാധാരണനാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണ്. ഇന്ന് പകലും ഞാൻ പറയാം, പ്രതീക്ഷിക്കുന്നൊന്നുമല്ല നടക്കാൻ പോകുന്നത്. പ്രതീക്ഷിക്കാത്ത ചില വഴികൾ ദൈവം തുറക്കാൻ പോവുക. പ്രതീക്ഷിക്കാത്ത ചില അത്ഭുത വിടുതലുകൾ നടക്കാൻ പോവുക. പ്രതീക്ഷിക്കാത്ത ചില ദൈവികമായ പരിശുദ്ധാത്മാവ് ദൈവം എന്നോട് പറയാ, ചില മണ്ഡലത്തിലേക്ക് ദൈവം ഐക്യത്ത് ചില വിടുതലുകളെ നടക്കാൻ പോവാ. ദൈവം ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോവാ.
ചില രാജ്യങ്ങളുടെ വാതിലാകാം, ദേശങ്ങളുടെ വാതിലാകാം. ചില വാതിലുകളെ ദൈവം തമ്മിൽ തുറക്കാൻ പോവുക. ഈ ദിവസങ്ങളിൽ ചില മേഖലകൾ ദൈവം തുറക്കാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന മനസ്സിനകത്ത് കണ്ടു ഒരു അത്ഭുത വാതിൽ ദൈവം തുറക്കുന്നത്. ഇന്ന് പകല് ഭാവിയെ തടഞ്ഞു വെച്ചിരുന്ന ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോവുക. ഭാവിയെ തടഞ്ഞു വെച്ചിരുന്ന ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുക. ഭാവിയെ തടഞ്ഞു വെച്ചിരുന്ന ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് ഈ പകൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നിന്റെ മുൻപ് നിൽക്കുന്ന വാതിലുകൾ തനിയെ തുറക്കപ്പെടാൻ തുടങ്ങും. ഇന്ന് പേര് എത്ര പേര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കപ്പെടാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില വാതിലുകൾ ഹല്ലേലൂയ തുറക്കാൻ പോവുക. യേശുവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് ഫിലിപ്പോസിനെ നോക്കിക്കോളാം. ഫിലിപ്പോസിനെ നിങ്ങൾ കാണുമ്പോൾ ഓർത്തോളം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുമ്പ് ഫിലിപ്പോസിനോട് യേശു ചോദിക്കുന്നുണ്ട്, ഫിലിപ്പോസ് ഇവർക്ക് ഭക്ഷിപ്പാൻ നമ്മൾ എവിടുന്ന് കൊടുക്കും? ഫിലിപ്പോസ് പല കാര്യങ്ങൾ പറഞ്ഞു. പട്ടണം ദൂരെയാണ്, ഇത്രയും പേർക്ക് കൊടുക്കാനുള്ള പണമില്ല, പല കാര്യങ്ങൾ പറഞ്ഞു ഒരു ഫിലിപ്പോസ്. ആ ഫിലിപ്പോസിനെ ശമരിയ പട്ടണത്തിലേക്ക് ദൈവം അയക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിനകത്ത് വരുമ്പോ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ അവന് ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ഇന്ന് പകൽ അറിയണം ഒരു വാതിൽ ഫിലിപ്പോസിന് വേണ്ടി ദൈവം തുറക്കാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ചിലർക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ തുറക്കപ്പെടാൻ പോകുക. യേശുവിന്റെ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങൾ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവർ പറയുന്ന ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചു പുറപ്പെട്ടു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനറിഞ്ഞോ, പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിനകത്തൊരു വലിയ സമാധാനം വരാൻ പോകുക. പ്രാർത്ഥിക്കുന്ന നീ ഒരു അത്ഭുതങ്ങളെ കാണാൻ പോകുക. പ്രാർത്ഥിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് ചില വാതിലുകളെ തുറക്കാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകലിൽ? ഇന്ന് പകലിൽ ആത്മക്കണ്ണിനകത്ത് ഞാൻ വിളിച്ചു പറയാ, വിശ്വസിച്ചുകൊണ്ട് ചില പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, വിശ്വസിച്ചുകൊണ്ട് ചില സമീക്ഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് വിശ്വസിച്ചുകൊണ്ട് ചില അത്ഭുതങ്ങളെ കാണാൻ റെഡിയാണെന്ന് വരികിൽ, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വാതിലുകൾ തനിയെ തുറക്കപ്പെടുന്നത് ആത്മക്കണ്ണിനകത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ചില തലമുറയ്ക്കകത്തും ചില ഭവനങ്ങൾക്കകത്ത് ചില അടഞ്ഞു പോയെന്ന് പറഞ്ഞ അധ്യായങ്ങളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ എടുക്കാൻ പോവുക. ആത്മാവിനോട് ഇങ്ങനെ തന്നെ പറയുന്നു, ഈ ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് നീ കാണാത്ത ചില അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോവുക. നീ പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾ നിന്നെ തേടി വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇത് പകൽക്കാലം അറിയണം. ബെഥസ്ദയുള്ള കുളക്കടവിൽ കിടക്കുന്നവൻ ചിന്തിക്കാതിരിക്കുമ്പോ അവിടെ യേശു ചെന്നിട്ട് പറഞ്ഞു, വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ കിടക്ക എടുത്തോളുക. പൗലോസ് ചെല്ലുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന് സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്കൽ കിടക്കുന്നവന്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു, പൊന്നും വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ നീ കാണാത്തൊരു അത്ഭുതം വരാൻ പോകുക. നീ ചുള്ളിച്ചാടത്തക്ക രീതിയിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണിക്കോ? ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോ ഇന്ന് പകൽ കണ്ണുകളെ അടച്ച് കണ്ണുകളെ അടച്ച് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഓരോ